ഹലോ ചങ്ങായിമാരെ, നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് ഒരു അടിപൊളി ചിക്കൻ പോപ്കോണാണ്. വളരെ ഈസി ആയിട്ട് ടേസ്റ്റിയോടുകൂടി നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. നമുക്ക് ഈവനിങ് സ്നാക്സായിട്ട് ഇത് കഴിക്കാൻ പറ്റുന്നതാണ്. അതിൻ്റെ കൂടെ കുറച്ച് സോസും ഇതൊക്കെ വെച്ച് മുക്കി കഴിക്കുമ്പോഴത്തേക്കും ഒരു ഭയങ്കര ടേസ്റ്റ് ആയിരിക്കുള്ളൂ. നമ്മുടെ വീട്ടിൽ പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള, അവർക്ക് പെട്ടെന്ന് തന്നെ ഇഷ്ടപ്പെടുന്ന ഒരു ചിക്കൻ്റെ ഒരു ഡിഷാണിത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മറക്കരുത്. വെൽക്കം ടു മൈ ചാനൽ ദ കുക്കിംഗ് ടേസ്റ്റ് വിത്ത് സ്റ്റീഫൻ. അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ചിക്കൻ്റെ ബ്രസ്റ്റ് പീസാണ് എടുത്തിരിക്കുന്നത്. അത് നല്ലവണ്ണം കഴുകി ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ്. നമ്മളിത് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ക്യൂബായിട്ടാണ് ഇത് വേണ്ടത്. അപ്പോൾ അത് നമ്മളൊരു ബൗളിലേക്ക് നല്ലവണ്ണം കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഒരു ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കുക. പിന്നെ അതിലേക്ക് വേണ്ടത് തൈരാണ്. അത് നമുക്ക് പുളിയുള്ള തൈരാണെങ്കിൽ കുറച്ച് മതി, അതല്ലെന്നാണെങ്കിൽ നമുക്കൊരു 2 ടീസ്പൂണൊക്കെ ഇട്ട് കൊടുക്കാം. പിന്നീട് നമുക്ക് അതിൻ്റെ ഒരു കളറിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ എരിവിന് വേണ്ടിയിട്ടൊക്കെ ആയിട്ട് നമുക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം. നമ്മളിവിടെ കാശ്മീരി മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അത് ഒരു 1.5 ടീസ്പൂൺ അല്ലെങ്കിൽ 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുക. പിന്നീട് അതിലേക്ക് നമുക്ക് കുറച്ച് ഗരം മസാല കൂടി ഇട്ട് കൊടുക്കാം. ഒരു 3/4 ടീസ്പൂൺ ഗരം മസാല അതുകൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് പെപ്പറാണ്. അത് നമുക്ക് കുറച്ച് ഒരു 1/2 ടീസ്പൂണോ അല്ലെങ്കിൽ 3/4 ടീസ്പൂണോ നമ്മുടെ ആ ഒരു എരിവിനനുസരിച്ചിട്ട് നമുക്ക് പെപ്പർ പൊടി കൂടെ ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ചിക്കൻ ആവശ്യമായ ആ ഒരു ഉപ്പ് അതുകൂടി നമുക്ക് ചേർത്ത് കൊടുക്കുക. പിന്നീട് നമുക്ക് ഒരു നാരങ്ങയുടെ പകുതി എടുത്തിട്ട് അതുകൂടി നമുക്ക് പിഴിഞ്ഞ് അതിൻ്റെ നീരിട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് വേണ്ടത് ഒരു മുട്ടയാണ്. അതുകൂടി നമുക്കിതിലേക്ക് പൊട്ടിച്ചിട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് നല്ലവണ്ണം ഇളക്കി മിക്സ് ചെയ്യുക. നമ്മുടെ കൈ കൊണ്ട് തന്നെ നമുക്ക് ഇളക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചുകൂടി മിക്സായി കിട്ടുന്നതാണ്. അപ്പോൾ നമ്മുടെ ചിക്കൻ്റെ എല്ലാ ഭാഗത്തും ഇതെത്തുന്ന രീതിയിൽ നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മളിപ്പോൾ എല്ലാം ഒന്ന് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഏകദേശം ഒരു 15 മിനിറ്റ് അല്ലെങ്കിൽ 20 മിനിറ്റ് നമുക്കിതുപോലെ ഇങ്ങനെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി നമുക്ക് വേണ്ടത് ബ്രെഡ് ക്രംസ് ആണ്. അത് നമുക്ക് കുറച്ച് ഒരു പാത്രത്തിലേക്ക് എടുക്കാം. ബ്രെഡ് ക്രംസ് ഒന്നില്ലെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, അതല്ലെങ്കിൽ നമുക്ക് ബേക്കറിയിൽ നിന്നാണെങ്കിലും ബ്രെഡ് ക്രംസ് മേടിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അത് നമ്മൾ കുറച്ചെടുക്കുക. അതിലേക്ക് നമുക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സ് അതിട്ട് കൊടുക്കാം. ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് നമുക്കൊരു പ്രത്യേക ഒരു ടേസ്റ്റ് കിട്ടും. അതുകൊണ്ടാണ് നമ്മൾ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നീട് അതിലേക്ക് ഒരു അല്പം ഉപ്പ് അതുകൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് നല്ലവണ്ണം ഇളക്കി മിക്സ് ചെയ്യാം. ഇനി നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു ചിക്കൻ ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ നമുക്ക് ആ ചിക്കൻ എടുത്ത് നമുക്കിതിലേക്ക് ഈ ബ്രെഡ് ക്രംസിലേക്ക് ഇട്ട് കൊടുത്ത് ഓരോന്നിങ്ങനെ കവർ ചെയ്ത്, അതായത് നമ്മുടെ ബ്രെഡ് ക്രംസും നമ്മുടെ ചിക്കൻ്റെ എല്ലാ ഭാഗത്തെത്തുന്ന രീതിയിൽ മുക്കി നമുക്കെടുക്കാം. നമ്മൾ ബ്രെഡ് ക്രംസിൽ മുക്കുമ്പോഴത്തേക്കും നമുക്ക് വേണമെങ്കിൽ ഒരു 1-2 കോട്ടിങ് പോലെ നമുക്കിത് മുക്കിയെടുക്കാവുന്നതാണ്. അതാകുമ്പോഴത്തേക്കും നമുക്ക് കുറച്ചുകൂടി ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടും. നമ്മളിപ്പോൾ ചിക്കൻ എല്ലാം ബ്രെഡ് ക്രംസിലേക്ക് നല്ലവണ്ണം ഒന്ന് മുക്കി, അപ്പോൾ നല്ലവണ്ണം ഒന്ന് കവറായിട്ടുണ്ട്. അത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു പാൻ അടുപ്പത്ത് വയ്ക്കുക. പാൻ നന്നായിട്ട് ചൂടായി കഴിയുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. നമുക്ക് എണ്ണ ഒന്ന് നന്നായിട്ട് ചൂടായി കിട്ടണം. ആ ചൂടായെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് കൈ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും. എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന, അതായത് ബ്രെഡ് ക്രംസിൽ നമ്മൾ മുക്കി വെച്ചിരിക്കുന്ന ചിക്കനൊക്കെ എടുത്ത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. നമ്മളിത് ഇട്ട് കൊടുത്ത് ഉടനെ തന്നെ അത് മിക്സ് ചെയ്യരുത്. നമ്മൾ മിക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ബ്രെഡ് ക്രംസൊക്കെ എല്ലാം പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു 1-2 മിനിറ്റിന് ശേഷം മാത്രമേ നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാൻ പാടുള്ളൂ. അതായത് ബ്രെഡ് ക്രംസൊക്കെ ഏകദേശം അതിനകത്ത് സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 1-2 മിനിറ്റിന് ശേഷമാണ് നമ്മളിത് ഇളക്കി കൊടുക്കുന്നത്. അതുപോലെ തന്നെ നമ്മളിത് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ കൂടുതൽ തീയിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ വേവിൽ പുറം മാത്രമേ കരിയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഏകദേശം ഒരു ലോ ഫ്ലെയിമിൽ വേണം നമുക്കിത് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മളിത് എണ്ണയിലിട്ട് തന്നെയാണ് വറുത്തെടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എണ്ണ ഏകദേശം മുങ്ങിക്കിടന്നിട്ട് വേണം നമുക്കിത് ഇടയ്ക്കൊന്ന് മറിച്ചിട്ട് നമുക്ക് നല്ല ഗോൾഡൻ കളർ ആവുന്നത് വരെ നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതായത്രയുള്ള ഇപ്പോൾ നല്ലോണം ഒന്ന് ഗോൾഡൻ കളറൊക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. അതായത് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന ചിക്കൻ പോപ്കോൺ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള, കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി ഡിഷാണിത്. നമ്മൾ ആ ചൂടോടുകൂടി കഴിക്കുമ്പോഴത്തേക്ക് അരികൾ ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടുന്നത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ക്രിസ്പിനെസ് ഒക്കെ പോകും. അപ്പോൾ അതുകൊണ്ട് ചെറിയൊരു ചൂടിൽ തന്നെ നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ തന്നെ കഴിക്കാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ അതുപോലെ തന്നെ അത് കൂടെ തന്നെ ഇതിൽ സോസോ ചില്ലി സോസോ അതല്ലെങ്കിൽ ടൊമാറ്റോ സോസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുകൂടെ മുക്കി കഴിക്കുമ്പോഴത്തേക്ക് ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കുള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യേണ്ടതാണ്. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻസ് ആയിട്ട് ഇടുക. താങ്ക് യു ഫോർ വാച്ചിങ്.